എക്സൈറ്റഡ് ആണോ? എങ്ങനെ കാലോടിഞ്ഞ അതാണ് ഹൈലൈറ്റ്. അടിപൊളി അടിപൊളി. കാലം വെച്ച് കണ്ടത് ഭയങ്കര 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 ഇഷ്ടമായി. ഹലോ ഗായ്സ്, നമ്മളെല്ലാവരും ബ്ലാക്ക് ഇട്ടിട്ട് ഇങ്ങനെ നിൽക്കുന്ന കണ്ടപ്പോൾ ഇതൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. യെസ്, നമ്മൾ എമ്പുരാൻ കാണാൻ പോവാണ്. അങ്ങനെ എമ്പുരാൻ കാണാൻ പോകാൻ പ്ലാൻ ചെയ്തപ്പോഴാണ് ഞാൻ ആ സത്യം മനസ്സിലാക്കിയത്, ലൂസിഫർ എമ്പുരാൻ്റെ ഫസ്റ്റ് പാർട്ടാണെന്ന്. എനിക്കറിയില്ലായിരുന്നു, ഞാനിതുവരെ കണ്ടിട്ടുമില്ലായിരുന്നു. അങ്ങനെ ഞാനും ഫ്രണ്ട്സും കൂടി തലേ ദിവസം തന്നെ കുത്തിരുന്ന് ലൂസിഫർ കണ്ടു തീർത്തു. അപ്പോൾ തന്നെ ഞാൻ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിട്ടോ എമ്പുരാൻ കാണാനായിട്ട്. പക്ഷെ ലൂസിഫർ കാണാൻ വേണ്ടിയിട്ട് സ്പീക്കർ തപ്പിപ്പിടിക്കാനുള്ള ഓട്ടപ്പാച്ചിലിൻ്റെ ഇടയ്ക്കാണ് അത് സംഭവിച്ചത്. എൻ്റെ റൂമിയുടെ കാല് ചെറുതായിട്ടൊന്ന് ഹെയർ ലൈൻ ഫ്രാക്ചർ ആയിപ്പോയി. പാവം കാലങ്ങളായിട്ട് കാത്തിരിക്കാണ് കേട്ടോ ഈ എമ്പുരാൻ കാണാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ കാലൊടിഞ്ഞാലും വേണ്ടില്ല, എന്ത് വന്നാലും കുഴപ്പമില്ല, എമ്പുരാൻ കണ്ടിട്ടേ ബാക്കിയുള്ളൂ എന്ന് പറഞ്ഞിട്ട് വാശിയോടെ പോരാടിക്കൊണ്ടിരിക്കുന്ന എൻ്റെ റൂമിനെയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. കാലാണ് ഹൈലൈറ്റ് ഗൈസ്. എൻ്റെ ഡെഡിക്കേറ്റഡ് റൂമിൽ കാലൊടിഞ്ഞിട്ടും എങ്ങനെ കാലോടിഞ്ഞ അതാണ് ഹൈലൈറ്റ്. ലൂസിഫർ കാണാൻ വേണ്ടിട്ട് സ്പീക്കർ എടുക്കാൻ പോയതോ എന്തൊക്കെയാണല്ലേ. അങ്ങനെ നമ്മളെല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് എമ്പുരാൻ കാണാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അങ്ങനെ നമുക്ക് ബസ്സൊക്കെ കിട്ടി. ബസ് ഓൾമോസ്റ്റ് ഫുള്ള് ഞങ്ങൾ തന്നെയായിരുന്നു. ഒരു 7 പേരും കൂടി വരാനുണ്ട് കേട്ടോ. അവരും കൂടി ഇരുന്ന് കഴിഞ്ഞപ്പോൾ ഈ സീറ്റ് മൊത്തം ഫുള്ളായി. ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കേട്ടോ ഫസ്റ്റ് ഡേ ഒക്കെ ഒരു മൂവി കാണാൻ പോകുന്നത്. ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കാണാമെന്നായിരുന്നു നമ്മുടെ ആഗ്രഹം. പക്ഷെ ക്ലാസ്സും ക്ലിനിക്സൊക്കെ ഉള്ളത് കൊണ്ടും മറ്റു ചില സാങ്കേതിക കാരണങ്ങൾ കാരണം ടിക്കറ്റ് കിട്ടാത്തതുകൊണ്ടും നമ്മൾ ഈവനിങ് ഷോയിലാണ് പോയത്. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഫസ്റ്റ് ഡേ കാണാൻ പോകുന്നതിൻ്റെ ആ ഒരു എക്സൈറ്റ്മെൻറ്റ് അതൊന്നും വേറെ തന്നെയായിരുന്നു. അത് ഞങ്ങൾ എല്ലാവർക്കും ഉണ്ടായിരുന്നു. നമ്മൾ ആറ്റിങ്കൽ ഡ്രീംസിലാണ് കേട്ടോ മൂവി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അവിടെ ഇറങ്ങി നടക്കുമ്പോൾ ആൾക്കാരൊക്കെ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഇനി ബ്ലാക്ക് ഇട്ടിട്ട് എല്ലാവരും കൂടി നടക്കുന്നത് കണ്ടിട്ടാണോ അതോ കാലൊടുകൻ്റെ റൂമിനെ കണ്ടിട്ടാണോ എന്താ സംഭവം എനിക്കറിയില്ല. എന്തായാലും ആ ഒരു വൈബ് കൊള്ളായിരുന്നു. ഞങ്ങളെല്ലാവരും ഡെഡിക്കേഷൻ കാരണം ഞങ്ങൾ ഒരു 1 മണിക്കൂർ നേരത്തെ അവിടെ എത്തിയതുകൊണ്ട് ഞങ്ങൾ അവിടെ കയറി ചായയൊക്കെ കുടിച്ചൊന്ന് ഫ്രഷ് ആയിട്ടൊക്കെ പോകാമെന്ന് വെച്ചിട്ടോ. അങ്ങനെ ചായയും പൊക്കച്ചോമയും ബജ്ജിയൊക്കെ കഴിച്ചിട്ട് ഞങ്ങളുടെ തിയേറ്ററിലെത്തി. അവിടുത്തെ ലാലേട്ടൻ്റെ പോസ്റ്റർ കണ്ടപ്പോൾ തന്നെ ഞങ്ങൾക്കൊക്കെ ഭയങ്കര ഒരു റൊമാൻറ്റിഫിക്കേഷൻ ആയിരുന്നേ. എന്താണ് ഈ അവസരത്തിൽ ഒന്നും പറയാനില്ലേ? എക്സൈറ്റഡ് ആണോ? എല്ലാവരോടും കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് മൂവി കാണാൻ പോകുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഒന്ന് ചോദിച്ചറിയണമെന്നുണ്ടായിരുന്നു. പക്ഷേ അവിടുത്തെ ഒരു ക്യൂവും തിരക്കൊക്കെ കാരണം എല്ലാവരും ഭയങ്കര ഓട്ടത്തിലായിരുന്നു. അതുകൊണ്ട് അധികമൊന്നും അങ്ങനെ എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ നമ്മൾ തിയേറ്ററിൽ കയറി നമ്മുടെ സീറ്റൊക്കെ കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ച് സെറ്റായിട്ടിരുന്നു കേട്ടോ. അത്രയ്ക്ക് കഷ്ടപ്പാടൊന്നും ഉണ്ടായിരുന്നില്ല, എന്നാലും ഒരു പഞ്ചിന് ഇരിക്കട്ടെ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ദേ ഈ ഒരു സംഭവം എഴുതി കാണിക്കുന്നത്. നമ്മളെല്ലാം ഗോകുലത്തിലെ സ്റ്റുഡൻസ് ആയതുകൊണ്ട് ഇത് എഴുതി കാണിക്കുമ്പോൾ കുറച്ചൊരു ആവേശം കൂടുതലാണ് കേട്ടോ എല്ലാവർക്കും. അടിപൊളി അടിപൊളി. എന്താണ് അഭിപ്രായം? ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടോ സിനിമ? അതെ, കാലം വെച്ച് കണ്ടതുകൊണ്ട് പ്രത്യേകമായി ഇഷ്ടമായി. അത് ഡെഡിക്കേഷൻ അല്ലേ? മൂവി
കണ്ടു കഴിഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ ഞങ്ങളെല്ലാവരും ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയി. എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. യൂഷ്വലി ഈ ഒരു ടൈപ്പ് ഓഫ് മൂവി, അതുപോലെ സ്റ്റണ്ടും കുറച്ച് പൊളിറ്റിക്സും ഇതൊന്നും തീരെ ഇഷ്ടമില്ലാത്ത ഒരാളാണ് ഞാൻ. പക്ഷേ ഈ ഒരു മൂവി, ദിസ് മൂവി ടുക്ക് മീ ടു അനദർ ലെവൽ. ഇതൊരു മലയാളം മൂവിയാണെന്ന് തന്നെ എനിക്ക് സത്യം പറയാൻ തോന്നിയില്ല. കാരണം അത്രയും ഒരു ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ്, ഒരു എന്താ പറയുക, ഭയങ്കര ഒരു റേഞ്ച് മൂവിയായിരുന്നു. സ്റ്റീഫൻ നമ്മൾ ഉദ്ദേശിച്ച ആളല്ല സാർ.